എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു നോൺ വെജ് റെസിപ്പിയാണ് കേട്ടോ. അതായത് ചിക്കൻ കൊണ്ട് നമ്മൾ പല തരത്തിൽ ഡിഷസ് ഉണ്ടാക്കും അല്ലേ. നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ, പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും ചിക്കൻ കൊണ്ടൊക്കെ ആവുമ്പോൾ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഉള്ളി ചിക്കനാണ് കേട്ടോ. ഉള്ളി ചിക്കൻ തന്നെ പലതരത്തിലുണ്ടാക്കും. ഞാനിപ്പോൾ പെട്ടെന്ന് തയ്യാറാക്കുന്ന ഒരു ഉള്ളി ചിക്കനാണ് കേട്ടോ. നല്ല സ്വാദുമുണ്ട്. ബാച്ചിലേഴ്സിനൊക്കെ പെട്ടെന്ന് തയ്യാറാക്കാൻ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസേ വേണ്ടുള്ളൂ. ഒരുപാട് മസാലപ്പൊടികളോ മസാല ഐറ്റംസോ ഒന്നും ആവശ്യമില്ല. പ്രിപ്പറേഷൻ കറക്റ്റായി ചെയ്താൽ മതി കേട്ടോ. നല്ല ടേസ്റ്റോടുകൂടി നമുക്ക് ഉള്ളി ചിക്കൻ വീട്ടിൽ തയ്യാറാക്കാം. പെട്ടെന്ന് തയ്യാറാക്കാനും പറ്റും. അപ്പോൾ എങ്ങനെയാണ് ഈ ഉള്ളി ചിക്കൻ തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ ഇതിന് എന്തൊക്കെ ചേരുവകൾ വേണം, എങ്ങനെ വേണം എന്നുള്ളത് സ്കിപ്പ് ചെയ്യാതെ കാണാം. ചേരുവ കുറച്ചേ ഉള്ളൂ, പക്ഷെ ചെയ്യുന്ന പ്രോസസ്സ് ശ്രദ്ധിച്ച് കേൾക്കണം. എന്നാലാണ് കറക്റ്റ് ടേസ്റ്റായിട്ട് കിട്ടുള്ളൂ കേട്ടോ. ഇല്ലയെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് ആ ഒരു ഫ്ലേവർ വരില്ല. പിന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ നോക്കുക കേട്ടോ. ലാസ്റ്റിൽ ചേർക്കുന്ന ഒരു പ്രത്യേക ഇൻഗ്രീഡിയൻറ്റും കൂടി ചേരുമ്പോഴാണ് കേട്ടോ ഉള്ളി ചിക്കൻ ടേസ്റ്റായി വരുന്നത്. അപ്പോൾ എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കിയാലോ. എന്നാൽ പോരൂ. ഉള്ളി ചിക്കന് വേണ്ടിയിട്ട് നമുക്ക് ചിക്കനും സവോളയാണ് കേട്ടോ ആവശ്യം. 1 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് സവോളയാണ്. സവോളയ്ക്ക് പകരം നിങ്ങൾ ചെറിയ ഉള്ളിയാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഏറ്റവും സ്വാദ് കൂടുതൽ അതാണ്. 1 കിലോ ചിക്കന് 1/2 കിലോ ചെറിയ ഉള്ളി എന്നുള്ള രീതിയിൽ എടുക്കണം കേട്ടോ. ഞാനിപ്പോൾ സവോളയാണ് എടുത്തിരിക്കുന്നത്. അത് നിങ്ങളുടെ കയ്യിൽ ചെറിയ ഉള്ളി ഉണ്ടെന്നുണ്ടെങ്കിൽ 1/2 കിലോ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് വെക്കാം കേട്ടോ. ഇതിപ്പോൾ സവോള ആയതുകൊണ്ട് ഞാൻ വളരെ കുനുകുനേന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചെറിയ ഉള്ളിയും ചെറുതായി അരിഞ്ഞെടുക്കുക. സവോള ഏകദേശം 5 മീഡിയം സൈസ് സവോളയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഞാൻ. അപ്പോൾ ഇനി നമുക്ക് ബാക്കി എന്തൊക്കെ വേണം എന്നുള്ളത് നോക്കാം. പ്രത്യേകിച്ച് ഒന്നുമില്ല കേട്ടോ, വളരെ കുറച്ച് ചേരുവകളേ ഉള്ളൂ. അപ്പോൾ അതെങ്ങനെ ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. പെട്ടെന്ന് ചെയ്തെടുക്കാനും പറ്റും, നല്ല സ്വാദാണ്. ഒരുപാട് മസാലയിലൊക്കെ ഉണ്ടാക്കാതെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പം ഇനി നമുക്ക് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് വറ്റൽമുളക് ഒന്ന് ചതച്ചെടുക്കണം കേട്ടോ. അതായത് ഇത് എരിവുള്ള വറ്റൽമുളകാണ്, പക്ഷേ ഇതിലെ തരികളെല്ലാം ഞാൻ പൊട്ടിച്ച് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇതിൽ അരിയുണ്ടല്ലോ, നമ്മൾ കുരുക്കൾ എന്ന് പറയില്ലേ, വറ്റൽമുളകിൻ്റെ കുരു ഒന്നും ഇല്ലാതെ ഒരു 10-20 എണ്ണം 20-22 എണ്ണം ഞാൻ ഇതുപോലെ കട്ട് ചെയ്ത് അതിൽ കുരു എല്ലാം മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് തിരിച്ചെടുക്കാം കേട്ടോ. ഒരുപാട് പൊടിയരുത്, മുളക് പൊടി പൊടിക്കുന്ന പോലെ ചെറിയ തരിതരിയോട് കൂടിയിട്ട് വേണം കേട്ടോ കിട്ടാനായിട്ട്. നമുക്കതൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. ഇതുപോലെ ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഏകദേശം ഈ രീതിയിൽ പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പൊടിക്കല്ല, ചതച്ചെടുത്തിരിക്കുന്നതാണ് കണ്ടോ. അത്യാവശ്യം നമ്മൾ മുളകിൻ്റെയൊക്കെ ഇങ്ങനെ ചതഞ്ഞ പോലെ കാണുന്നുണ്ട്. ഇതുപോലെ വേണം കേട്ടോ കിട്ടാനായിട്ട്. ഇത് കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 5-6 കാശ്മീരി മുളകും ഇതുപോലെ കുരു എല്ലാം കളഞ്ഞിട്ട് വേണമെങ്കിൽ ചതച്ചെടുക്കാം. ഞാൻ ഇപ്പോൾ വെറും വറ്റൽമുളക്, സാധാ വറ്റൽമുളക് മാത്രമാണ് കേട്ടോ ചതച്ചെടുത്തിട്ടുള്ളൂ. കുരു കളയാൻ പ്രത്യേകം ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ഭയങ്കര എരിവായി പോവും. അപ്പോൾ കുരു കളയാതെ ഇരിക്കരുത് കേട്ടോ. അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇനി നമുക്ക് ചിക്കൻ എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ അതുപോലെ നമ്മുടെ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് ചൂടായി വരുമ്പോൾ ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇനി ഇത്രയും വെളിച്ചെണ്ണ ആവശ്യമില്ലാത്തവർ കുറച്ച് കുറയ്ക്കാം കേട്ടോ. ഇപ്പം ഞാൻ കുറച്ച് എണ്ണയിലാണ് ചെയ്യുന്നത്. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചൂടായി വരട്ടെ. എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഏകദേശം 5 വെളുത്തുള്ളി ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം ചതച്ചതാണ് ഇത്. ഒന്ന് ചേർത്ത് ഇളക്കി കൊടുക്കാം നമുക്ക്. നല്ലോണം മൂത്ത് മണം മാറേണ്ട ആവശ്യമില്ല, ചെറുതായിട്ട് മൂത്താൽ മതി കേട്ടോ. ഈ സമയത്ത് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഉണക്കമുളക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് അടുത്തത് വേണ്ടത് കറിവേപ്പട്ടയാണ്. കറിവേപ്പട്ട അത്യാവശ്യം വലിയ കഷ്ണമാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അത് ഇതുപോലെ 3-4 കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. ഏകദേശം 1 വിരൽ നീളത്തിലുള്ള കറിവേപ്പട്ടയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. കറിവേപ്പട്ട തിരഞ്ഞെടുക്കുമ്പോൾ നല്ല കറിവേപ്പട്ട നോക്കിയിട്ട് തിരഞ്ഞെടുക്കണം. അത് എങ്ങനെ തിരഞ്ഞെടുക്കുക എന്നുള്ളത് ഞാൻ ഹോം മെയ്ഡ് ഗരം മസാലയുടെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. കാണാത്തവർ കണ്ടു നോക്കുക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അത് കണ്ട് നല്ല ഇനം കറിവേപ്പട്ട മേടിക്കുക. ഇല്ലയെന്നുണ്ടെങ്കിൽ അത് ആരോഗ്യത്തിന് നമുക്ക് ദോഷം ചെയ്യും. ഇപ്പം ഞാൻ സവോള ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സ്റ്റൗ മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്ത് സവോള ചേർത്ത് കൊടുത്ത് ഇളക്കി കൊടുക്കാം. സവോള അത്യാവശ്യം നന്നായിട്ടൊന്ന് മയങ്ങി നിറക്കൊന്ന് മാറിയാൽ മതി കേട്ടോ. അതായത് ഉള്ളിയുടെ നിറക്കൊന്ന് മാറി കിട്ടിയാൽ മതി. സാധാരണത്തെ പോലെ നല്ല ബ്രൗൺ കളറായി നന്നായി വഴറ്റേണ്ട ആവശ്യമില്ല കേട്ടോ ഈ ഒരു റെസിപ്പിക്ക്. ഇതിലേക്ക് അത്യാവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ സവോളയൊക്കെ പെട്ടെന്ന് മയങ്ങി വരാനും അതിന് കളർ ചേഞ്ച് ആവാനും ഒക്കെ വേണ്ടി ഞാനിപ്പോൾ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ബാക്കി നമുക്ക് ചിക്കൻ ചേർക്കുമ്പോൾ ചേർക്കാം.
ഇത് അത്യാവശ്യം സവോള ചെറുതായിട്ട് കടിക്കുന്നൊക്കെ രീതിയിലുള്ള ഒരു കറിയാണ് കേട്ടോ. നിങ്ങൾക്ക് നല്ല ബ്രൗൺ കളറായി വറുത്തെടുത്ത് ചിക്കൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. അതിൻ്റെ ടേസ്റ്റും ഇതിൻ്റെ ടേസ്റ്റും വ്യത്യാസമാണ് കേട്ടോ. നല്ല ടേസ്റ്റ് തന്നെയാണ് ഇതും അതും, രണ്ടും വ്യത്യാസമായിട്ടുള്ള രുചിയാണെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പം ഞാൻ ഏകദേശം 3-4 മിനിറ്റ് സവോള മീഡിയം ഫ്ലെയിമിലിട്ട് വഴറ്റി കൊടുത്ത് അടച്ച് വെച്ച് ഒരു 1-1.5 മിനിറ്റ് നമുക്ക് അടച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒന്ന് സവോളയൊക്കെ നന്നായിട്ടൊന്ന് മയങ്ങി വരാനും പിന്നെ പെട്ടെന്നൊന്ന് ബ്രൗൺ കളറായി കിട്ടാനും സഹായിക്കും. ഇപ്പോൾ ഒന്ന് ജസ്റ്റ് തുറന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നമ്മുടെ സവോളയൊക്കെ ഫ്രൈ ആയി തുടങ്ങിയിട്ടുണ്ട്. ഇത്ര മതി കേട്ടോ. നമുക്ക് ഇനി നന്നായിട്ട് ബ്രൗൺ ആവേണ്ട ആവശ്യമില്ല. അപ്പോൾ നന്നായിട്ട് സവോളയൊക്കെ മയങ്ങി നല്ലൊരു മൂത്ത മണമൊക്കെ വരുന്നുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കാശ്മീരി മുളക് പൊടി നല്ല നിറം കിട്ടാനായിട്ടാണ് കേട്ടോ. കറി നല്ല നിറമായിട്ട് കിട്ടും. നന്നായിട്ടൊന്ന് 1 മിനിറ്റ് നേരം മീഡിയം ഫ്ലെയിമിലിട്ട് കൊടുത്ത് തന്നെ നമുക്ക് ഇളക്കി കൊടുക്കാം. സാധാരണ നമ്മൾ പൊടിയൊക്കെ ചേർക്കുമ്പോൾ ലോ ഫ്ലെയിമിലിട്ട് കൊടുത്തിട്ടാണ് ചെയ്യുക. പക്ഷേ അതിൻ്റെ ആവശ്യമില്ല. മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്ത് തന്നെ നമുക്ക് കുറച്ച് പൊടികളല്ലേ ഉള്ളൂ. അപ്പോൾ അത് നമുക്ക് ചേർത്ത് കൊടുത്ത് 1 മിനിറ്റ് നേരം ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാം. എന്നിട്ട് പൊടിയെല്ലാം മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് അത്യാവശ്യം വലുപ്പത്തിലുള്ള തക്കാളി ഒന്ന് അരച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ. ചെറിയ തരികളൊക്കെ തക്കാളിയുടെ ഉണ്ട് അതിൽ. ആ രീതിയിൽ നന്നായിട്ട് ഫൈൻ പേസ്റ്റായി അരയ്ക്കേണ്ട ആവശ്യമില്ല. ചെറുതായിട്ട് തരിയോട് കൂടിയിട്ട് അരച്ചെടുത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തക്കാളിയുടെ ഒരു ചെറിയൊരു പുളിപ്പും കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ് കറിക്ക്. അതിനാണ് ഞാനത് ചേർത്തത്. തക്കാളി വേണ്ട എന്നുള്ളവർക്ക് ചേർക്കണ്ട കേട്ടോ. ഇനി നമുക്ക് ലോ ഫ്ലെയിമിലാക്കി കൊടുത്ത് അടച്ചു കൊടുത്ത് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. 1 മിനിറ്റ് കഴിയട്ടെ. അപ്പോൾ ഞാൻ 1 മിനിറ്റ് നേരം കഴിഞ്ഞ് തുറന്നതാണിത്. ഇടയ്ക്ക് 1-2 പ്രാവശ്യം തുറന്ന് ഇളക്കി കൊടുത്തിരുന്നു കേട്ടോ. തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തതിൽ യോജിച്ചിട്ടുണ്ട്, വഴഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മളുടെ ഉള്ളിയും തക്കാളിയും കൂടി ഈ സമയത്തേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കൻ ചേർത്ത് നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. സ്റ്റൗ മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ സമയത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക കേട്ടോ. ചിക്കനും ഉള്ളിയും എല്ലാം കൂടി വഴറ്റി യോജിപ്പിക്കുക. ഈ ഒരു റെസിപ്പി ഉണ്ടല്ലോ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഉള്ളി ചിക്കനാണ് കേട്ടോ. ഉള്ളി ചിക്കനൊക്കെ നമ്മൾ 2-3 തരം ഉണ്ടാക്കില്ലേ. അപ്പോൾ അതിൽ ഏറ്റവും എളുപ്പമുള്ളതായിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഇത്. ഇതിലേക്ക് കുറച്ചും കൂടി ഞാൻ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, ഏകദേശം 2 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി പൊടിയായി അരിഞ്ഞത് ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇളക്കി കൊടുക്കാം. ഉപ്പ് നമ്മൾ മുൻപ് സവോള ഒന്ന് ഫ്രൈ ആവാൻ വേണ്ടിയിട്ടുള്ളതാണ് ചേർത്തിട്ടുള്ളൂ. ഇപ്പോൾ ചിക്കനും കൂടിയും ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. ഇനി സ്റ്റൗ ലോ ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുത്ത് അടച്ച് വെച്ച് ഏകദേശം ഒരു 15 മിനിറ്റ് അങ്ങനെ ഇരിക്കട്ടെ. ചിക്കനിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങി വന്ന് അത്യാവശ്യം വേവട്ടെ കേട്ടോ. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണേ, ഇല്ലെങ്കിൽ അടി പിടിക്കും. ഇപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുള്ള ചിക്കനാണിത്. ചിക്കനിൽ നിന്നൊക്കെ നന്നായി വെള്ളമൊക്കെ ഇറങ്ങി നമ്മൾ ചേർത്തിരിക്കുന്ന ഉള്ളിയൊക്കെ അത്യാവശ്യം നന്നായി വെന്ത് കുഴഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പരുവത്തിൽ കിട്ടിയിട്ടുണ്ട്. ഇത് ഒരുപാട് ഡ്രൈയും അല്ല ഒരുപാട് ഗ്രേവി അല്ല, അങ്ങനെ ഒരു റെസിപ്പിയാണ്. വീണ്ടും അടച്ചു കൊടുത്തു. ഒരു 10 മിനിറ്റ് ഞാൻ അടച്ചു വെച്ച് വീണ്ടും വേവിച്ചതാണ് കേട്ടോ ഇത്. അപ്പോൾ അതിന് ശേഷം നമ്മുടെ ചിക്കനിൽ നിന്ന് എണ്ണയൊക്കെ നന്നായി തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ഉള്ളിയൊക്കെ കറക്റ്റ് വേവും അതിൻ്റെ ഗ്രേവിയും എല്ലാം കറക്റ്റായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഞാനിപ്പോൾ സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുത്തു. ചിക്കൻ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് ഉപ്പൊക്കെ ഉണ്ടോയെന്ന് നിങ്ങൾക്ക് നോക്കാം കേട്ടോ. ഇപ്പം ഞാൻ ചേർത്തിരിക്കുന്ന ഉപ്പെല്ലാം പാകമായിട്ടുള്ളതുകൊണ്ട് ഞാൻ വേറെ ഒന്നും നോക്കുന്നില്ല. ഇതിലേക്ക് ലാസ്റ്റ് നമുക്ക് കുറച്ച് കറിവേപ്പിലയും വേണമെങ്കിൽ പച്ചമുളക് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. എരിവൊക്കെ നോക്കിയിട്ട്, എരിവ് നല്ലോണം വേണ്ടവർക്ക് പച്ചമുളക് ഈ സമയത്ത് ചേർക്കാം. ഞാനിപ്പോൾ ചേർക്കുന്നതിൽ ഒരു മീഡിയം എരിവിലാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. ഇനി ലാസ്റ്റ് നമ്മുടെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് പറയുന്നത് ഇതാണ്, നെയ്യ്. ഒരു 2 ടീസ്പൂൺ നെയ്യ് ലാസ്റ്റ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതും കൂടിയും ചേർക്കുമ്പോഴാണ് നമ്മളുടെ ഉള്ളി ചിക്കൻ സ്പെഷ്യൽ ആവുന്നത് കേട്ടോ. അപ്പോൾ ഇഷ്ടമല്ലാത്തവർ ചേർക്കണ്ടെന്നേ ഞാൻ പറയൂ, പക്ഷേ ഇത് ചേർത്താലാണ് സ്വാദ് ഉണ്ടാവുക. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒരു തവണ ചെയ്ത് നോക്കണേ. ഇൻഗ്രീഡിയൻസ് ഒക്കെ വളരെ കുറച്ചല്ലേ ഉള്ളൂ. ഒരു ചിക്കൻ്റെ വേവിൻ്റെ ഒരു സമയവും നമ്മൾ ഉള്ളി വഴറ്റേണ്ട സമയം മാത്രമേ ഇതിന് വേണ്ടി വന്നിട്ടുള്ളൂ. അപ്പോൾ ഒരു തവണയെങ്കിലും ഇതുപോലെ ഉള്ളി ചിക്കൻ ഉണ്ടാക്കി നോക്കുക കേട്ടോ. ചെറിയ രീതിയിൽ നമുക്ക് ആ ഉള്ളിയൊക്കെ കടിക്കാനും കിട്ടും. നല്ല വെന്ത് സോഫ്റ്റ് ആയിട്ടുള്ള ഉള്ളിയാണ് കേട്ടോ. അതിൻ്റെ ഗ്രേവിക്കൊരു സ്പെഷ്യൽ മണവും ടേസ്റ്റാണ്. നമ്മൾ പലതരത്തിലും ചിക്കൻ കറി ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിലും ഈ ഒരു രീതിയിൽ ഉള്ളി ചിക്കൻ തയ്യാറാക്കി നോക്കണം കേട്ടോ. മസ്റ്റ് ട്രൈ റെസിപ്പിയാണ്. ഏതിൻ്റെ കൂടിയും സൂപ്പറായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു കോമ്പിനേഷനാണ് കേട്ടോ. വളരെ കുറച്ച് മസാലയല്ലേ ഉള്ളൂ. ഇനി നമുക്ക് ഇങ്ങനെ തന്നെ ഒരു 1/2 മണിക്കൂർ ഇരിക്കട്ടെ. അതിന് ശേഷം കഴിക്കുകയാണ് ഏറ്റവും സ്വാദ് കൂടുതൽ കേട്ടോ. അങ്ങനെ നമ്മുടെ ഉള്ളി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് ഗാർണിഷ് ചെയ്യാൻ ഞാൻ കുറച്ച് ജിഞ്ചർ ചേർത്ത് കൊടുത്തതാണ് കേട്ടോ.
അങ്ങനെ നമ്മുടെ ഉള്ളി ചിക്കൻ കൂട്ടിയിട്ട് നമുക്ക് കഴിച്ചാലോ. നല്ല ചൂട് പൊറോട്ടയാണ് കേട്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൊറോട്ടയാണ് ഇത്. ഇതിൻ്റെ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ, ഇതെങ്ങനെ തയ്യാറാക്കുന്നത് എന്നുള്ളത് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയാം കേട്ടോ. അപ്പം ഞാൻ വീഡിയോ ഇടാം. ഇനി നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കിയിട്ടുള്ള ഉള്ളി ചിക്കൻ കൂട്ടിയിട്ട് നമുക്ക് കഴിക്കാം. ചോറിൻ്റെ കൂടെ കഴിക്കാം, നെയ്ച്ചോറും പത്തിരിയുടെ കൂടെ കഴിക്കാം, ഇടിയപ്പത്തിൻ്റെ കൂടെ കഴിക്കാം, ഏതിൻ്റെ കൂടെ വേണമെങ്കിലും ഈ ഒരു കറി കഴിക്കാം കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ്, വളരെ സിമ്പിളുമാണ് കേട്ടോ. നല്ല ഗ്രേവിയൊക്കെ ഇങ്ങനെ എടുത്ത് ആ ഉള്ളിയുണ്ടല്ലോ, ഉള്ളി നന്നായിട്ട് വെന്ത് സൂപ്പർ ടേസ്റ്റ് ആട്ടോ. ഇതിലധികം മസാല ഒന്നുമില്ല, മസാല തന്നെ ഇല്ല. പക്ഷെ എങ്ങനെ എത്ര ടേസ്റ്റ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. കഴിച്ചു നോക്കുക കേട്ടോ, നല്ല ടേസ്റ്റാണ്. എല്ലാവരും കഴിച്ചു നോക്കിയിട്ട് അഭിപ്രായം പറയണം. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. മാത്രമല്ല സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം കേട്ടോ. എന്നാലും ഞാനിടുന്ന ഇതുപോലുള്ള റെസിപ്പികളുടെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടുള്ളൂ. അപ്പോൾ വേറൊരു ഈസി റെസിപ്പിയായി കാണാം. താങ്ക് യു. അപ്പം ഇനി കഴിക്കട്ടെ കേട്ടോ.